ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഈ ധന്യ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൗത്ത് ഡബ്ലിൻ IGM ചർച്ചിലെ ഉള്ളതായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, പ്രത്യേകിച്ച് കർത്തദാസന്മാർക്കും ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ സഭയായി നടക്കുന്ന ഉപവാസ പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും അനുഗ്രഹീതമായ നിലയിൽ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവശബ്ദം കേൾപ്പാനും തക്കവണ്ണം ഇടയായി. അവൻ സൈന്യത്തിന്റെ ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിലാണ് പണിയപ്പെടുന്നത്. അവൻ ആ ഭാഗങ്ങളെ കുറിച്ചുള്ളതായ ദൈവിക സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ കേൾപ്പാനിടയായി എന്നുള്ള കാര്യം മുഖവരയിൽ നിന്ന് മനസ്സിലാക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. അതോടൊപ്പം ആത്മീയമായ ശക്തീകരണവും ആവശ്യമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ദിവസങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിലേക്കും ആത്മീയമായ ശക്തീകരണത്തിലേക്കും നയിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാല ഈ വൈകസമയം നമ്മൾ അല്പനിമിഷങ്ങള് ഒരു ഭാഗം എടുത്ത് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളായിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ ലോകം വല്ലാത്തൊരു പരിതസ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ പ്രതിസന്ധികളിലൂടെ നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതായ ചിന്തകൾ സ്തോത്രം പലരെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലവിധമായ പ്രയാസങ്ങള്, പ്രശ്നങ്ങള് ലോകത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭീതിയുടെ നിഴലിൽ കൂടെയാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ലോകത്ത് സംഭവിക്കുമ്പോഴും അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് അരുമനാഥൻ അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവൻ നൽകിയതായ അരുമനാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അവന്റെ വരവിന്റെ ലക്ഷണമാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവെഴുത്തിലൂടെ നൽകിയതായിരിക്കുന്ന ആലോചനകൾ നിറവടിയായിട്ട് നിവർത്തീകരണത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നുള്ളതായ യാഥാർത്ഥ്യങ്ങൾ സ്തോത്രം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുമ്പോൾ തലകൾ ഉയർത്തി അരുമനാഥന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിത വിശുദ്ധിയോടെ മുൻപോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിൽ അവർ ഒരുക്കത്തോടെ ആയിരിക്കുമ്പോൾ ആ ഒരുക്കത്തിൽ നമ്മളും ശക്തമായി ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി മുൻപോട്ട് പോകുവാൻ ഇടയായി തീരണം. അല്പനിമിഷങ്ങളുടെ ചിന്തയ്ക്കായിട്ട് എബ്രായർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ അല്പനിമിഷങ്ങളിൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹീബ്രു ചാപ്റ്റർ 4 വേഴ്സ് 1. ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാം? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. മതി. സ്തോത്രം. നാം വായിച്ച വേദഭാഗത്തിൽ നിന്ന് അനേക മെസ്സേജുകളൊക്കെ നമ്മൾ കേൾപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസാണ് എബ്രായർ ലേഖനം എഴുതിയത് എന്ന് ഭൂരിഭാഗവും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ അതിന്റെ കാരണം 13-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങള് അതേ ചിന്തിക്കുമ്പോഴാണ് ആ നിലയിൽ പറയുന്നത്. അത് മാത്രമല്ല, എബ്രായ ക്രിസ്ത്യാനികളോടുള്ളതായ ബന്ധത്തിൽ അവരെ ഉറപ്പിക്കുന്നതായ ലേഖനം കൂടിയാണ് ഈ എബ്രായ ലേഖനം. അത് മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചൊക്കെയും അവന്റെ ശ്രേഷ്ഠതയെ കുറിച്ചും ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തു ആരിലും വലിയവൻ എന്നുള്ളതായ ആശയങ്ങള് സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശുക്രിസ്തുവിന്റെ സമ്പൂർണതയും ശ്രേഷ്ഠതയും വെളിപ്പെടുത്തുക എന്നുള്ളതാണ്
ഈ ലേഖനത്തിന്റെ പ്രധാനമായിരിക്കുന്ന ഉദ്ദേശം. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞാൻ സമയക്കുറവ് കൊണ്ട് ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇരിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 4-ാം അധ്യായത്തിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ആ വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ഒരു വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് നാം ദൈവത്തെ ഭയപ്പെടുക. അപ്പോൾ സ്തോത്രം, ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. അതെ, ആ വാഗ്ദത്തം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളതായ ഒരു വാഗ്ദത്തമാണ്. അത് സ്തോത്രം മറ്റൊരു ഭാഷയിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഭാഷാന്തരത്തിലെ തർജിമയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നിലനിൽക്കുന്നതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. അപ്പൊ ഒരു വാഗ്ദത്തം നിലനിൽക്കുന്നുണ്ട്. ആ വാഗ്ദത്തം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ നമ്മൾ ആയിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് തിരുവെടുത്ത് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഞാൻ ദൈവാനുഗ്രഹത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ സ്തോത്രം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ഉണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും എന്ന് പറയുമ്പോൾ, നമുക്ക് ഓരോരുത്തരെയും വ്യക്തിപരമായ ജീവിതത്തിൽ വാഗ്ദത്ത നിവൃത്തീകരണം പ്രാപിക്കാതിരിപ്പാൻ സ്തോത്രം നമുക്ക് സാധ്യതകളുണ്ട്. എന്നാൽ അത് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മുന്നറിയിപ്പിനനുസൃതമായിട്ടാണ് ഇന്ന് രാത്രി ഈ ഭാഗം നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് സ്തോത്രം 3-ാം അധ്യായത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് വരേണ്ട ഒരു കൂട്ടം ജനതയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ജനത വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ട് അതിനുവേണ്ടിയൊക്കെ കാത്തിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയാത്തതായ സാഹചര്യം 3-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. അത് വേറെ ആരുമല്ല, ഇസ്രായേൽ ജനമാണ്. മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് അവൻ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ച ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റി, അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹത്തോടെ മുൻപോട്ട് പോയ ആ ജനത്തിന് അത് പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞില്ല. കാലേബും യോശുവയും ഒഴിച്ച് ആ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഏകദേശം 200 മൈല് മാത്രമേ ആ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 320 കിലോമീറ്ററിന് അനുസൃതമായി കനാനിലേക്ക് ഉള്ള യാത്രയില് മിസ്രൈമിൽ നിന്ന് അവർക്ക് പോരുമ്പോൾ ഏകദേശം 11 ദിവസത്തിനനുസൃതമായിട്ടുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 40 വർഷം അവർ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുവാൻ തക്കവണ്ണമിടയായി. അതിന്റെ കാരണമൊക്കെ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് അവർക്ക് പ്രവേശിപ്പാൻ തടസ്സമായി ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ഹൃദയം അവിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സ്തോത്രം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ സ്തോത്രം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ കാണുന്നു സ്തോത്രം, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ ഒരു ജനതയെ കുറിച്ച് ആണയിട്ടു പറഞ്ഞു. സ്തോത്രം, അത് ആരോടാണ്? അനുസരണം കെട്ടവരോട് അല്ലാതെ പിന്നെ ആകുന്നു. സ്തോത്രം, പിന്നെ ആരോടാകുന്നു? 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അപ്പം ആണയിട്ട് പറഞ്ഞതായിരിക്കുന്ന ഒരു ജനതയെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നു. 18, അതിന്റെ കാരണം അനുസരണക്കേട് കാണിച്ചു. 2 സ്തോത്രം 19-ാമത്തിൽ വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന്
അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പം ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ രണ്ട് കാരണങ്ങള് അവിടെ എഴുതിപ്പെടുകയാണ്. ആമേൻ, സ്തോത്രം. ഒന്ന് അനുസരണക്കേട്, മറ്റൊന്ന് അവിശ്വാസം. ആമേൻ. ഈ രണ്ട് കാര്യങ്ങളെ അവിടെ പറയുമ്പോഴും അതിന്റെ മുൻപത്തെ ആമേൻ, സ്തോത്രം, വാക്യത്തിൽ 10-ാം വാക്യം, ആ വാക്യം ഒന്ന് വായിക്കാമോ? 9-10 വാക്യങ്ങള്, 9-10 വാക്യം വായിക്കാമോ? ഇവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചത് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അപ്പോ അവർ അടുത്ത വാക്യത്തിൽ 11-ാം വാക്യത്തിൽ പറയുന്നു, അവർ എന്റെ സ്വസ്ഥതയിൽ എന്ത് ചെയ്യുകയില്ല, പ്രവേശിക്കുകയില്ല എന്ന് എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ആമേൻ, സ്തോത്രം. ഇത് 95-ാമത്തെ സങ്കീർത്തനത്തിലും അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്വസ്ഥതയിൽ പ്രവേശിപ്പാനായിട്ട് കഴിയാതെ ആണയിട്ട ആ ജനത, ആമേൻ, സ്തോത്രം, അവരുടെ ഹൃദയം ആമേൻ എപ്പോഴും തെറ്റിപ്പോകുന്ന, ആമേൻ, സ്തോത്രം, പോകുന്നവരും ദൈവത്തിന്റെ വഴികൾ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവിടെ ആ ഭാഗം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഹൃദയം, ആമേൻ, സ്തോത്രം, തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരായി അവർ തീരുകയാണ്. ദൈവത്തിന്റെ വഴികളെ അറിയാത്തവരായി അവര് മാറുന്ന നിലയിൽ അവരുടെ ജീവിതം മാറുവാൻ തക്കവണ്ണമിടയായി. ആമേൻ, സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ ഒടുവിലായിട്ട് പറയുന്ന കാര്യം, അവർ അനുസരണക്കേട് കാണിച്ചു, അവർ അവിശ്വസിക്കുവാൻ തക്കവണ്ണമിടയായി. അപ്പം അതുകൊണ്ട് അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എന്ന് വ്യക്തമായി ഇസ്രായേൽ ജനത്തെ കുറിച്ച് എബ്രായ ലേഖനകർത്താവ് 3-ാം അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് ശേഷിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് നാം ഭയപ്പെടുക. അപ്പോൾ പഴയ നിയമ ഇസ്രായേലിന്റെ പരാജയം ഈ തിരുവെഴുത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ അത് പരാജയം വെളിപ്പെടുത്തുന്നത് ദൃഷ്ടാന്തമായിട്ട് വെക്കുന്നതിന്റെ കാരണം, പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന തന്റെ ജനത്തിന് അവൻ വീണ്ടും ഒരു പരാജയം വരാതെ വണ്ണം, ആമേൻ, സ്തോത്രം, വീണ്ടും അവര് സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ വണ്ണം ഇരിക്കരുത്. അതിനൊരു മുന്നറിയിപ്പായിട്ടാണ്, ആമേൻ, സ്തോത്രം, ഈ ഭാഗം കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവമക്കളെ, ആമേൻ, കർത്താവിന്റെ സ്വന്തം ജനം, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം, അവർക്കായിരുന്നു വാഗ്ദത്തം കൊടുത്തത്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ ആമേൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വാഗ്ദത്തം ലഭിക്കപ്പെട്ടവരാണ് അവര്. അവൻ 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വായിക്കാമോ? അതിന്റെ 5 മുതൽ ചില വാക്യങ്ങള്. അവർ ഇസ്രായേലിയർ എന്ന് പറഞ്ഞ് പിതാക്കൻ അതെ, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അത് 4-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. അവൻ ആരാധനയും വാഗ്ദത്തങ്ങളും ന്യായപ്രമാണവും പുത്രത്വവും തേജസ്സും നിയമങ്ങളും ഒക്കെ അവർക്കുള്ളതായിരുന്നു. അപ്പൊ ദൈവം വാഗ്ദത്തം കൊടുത്ത് അവരെ കനാനിലേക്ക്, യാവേ സ്തോത്രം, എത്തിക്കുവാൻ തക്കവണ്ണം വാഗ്ദത്തം കൊടുത്ത് അതിലേക്ക് അവരെ നയിച്ചതാണ്. പക്ഷെ ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാൻ അവർക്ക് കഴിയാതെ വന്നു. അവൻ കാലേബും യോശുവായും ഒഴിച്ച് അവൻ അന്ന് ഇറങ്ങി പുറപ്പെട്ട് അവൻ ജനങ്ങളിൽ, ആമേൻ, സ്തോത്രം, പ്രായപൂർത്തിയായിരിക്കപ്പെട്ടതായ ആരും തന്നെ അവിടെ പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. കാരണം അനുസരണക്കേട് കാണിച്ചു. അവൻ ദൈവത്തെ അവിശ്വസിപ്പാൻ തക്കവണ്ണമിടയായി. ഈ ദൈവത്തെ അവിശ്വസിച്ച കാര്യങ്ങളെ കുറിച്ച് 106-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 106-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യത്തില് അവരുടെ ആദ്യ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. 106-ന്റെ 12-ാം വാക്യം. 106-ന്റെ 12 ഞാൻ തന്നെ വായിക്കാം. അവരെ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു,
അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. അവന് സ്തുതി പാടുകയും ചെയ്തു. അപ്പൊ നോക്കുക, ഇസ്രായേൽ ജനങ്ങൾ ഇറങ്ങി പുറപ്പെട്ട സമയത്ത് ദൈവം അവർക്ക് കൊടുത്തതായ അത്ഭുതകരമായിരിക്കുന്ന വിടുതലുകൾ അവൻ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഫറവോന്റെ അടിമത്വത്തിൽ അവര് മുൻപോട്ട് യാത്ര ചെയ്തപ്പോഴും ദൈവത്തിന്റെ അത്ഭുതങ്ങള് അവരെ കണ്ട് ദൈവത്തിൻ്റെതായിരിക്കുന്ന കരം അവർക്ക് വേണ്ടി ചലിക്കപ്പെട്ടതൊക്കെ അവര് കണ്ട് അതിനനുസൃതമായിട്ട് മുൻപോട്ട് പോയതായ ജനം അവൻ അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതൊക്കെ കാണുവാൻ തക്കവണ്ണമിടയായി. അവർ അവന്റെ വചനത്തെ വിശ്വസിക്കുകയും അവര് സ്തുതി പാടുകയും ചെയ്ത് മുൻപോട്ട് അവരെ നയിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ അവരുടേതായിരിക്കുന്ന ജീവിത യാത്രയിൽ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഇനി അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 24-ാമത്തെ വാക്യം. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. മനോഹര ദേശത്തെ നിരസിച്ചു എന്നിട്ട് പറയുകയാണ്, അവന്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല. അപ്പൊ നോക്കുക, ഇറങ്ങി പുറപ്പെട്ട സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന അവൻ പ്രവർത്തികൾ കണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന് സ്തുതി പാടുകയും ചെയ്തതായിരിക്കുന്ന ജനം പിന്നീടുള്ള യാത്രയിൽ പിന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം അവർക്ക് കൊടുത്ത മനോഹര ദേശത്തെ അവർ നിരസിപ്പാനും ദൈവം പറഞ്ഞ വചനത്തെ അവിശ്വസിപ്പാനും അവർക്ക് ഇടയായി തീർന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് എബ്രായർ ലേഖന കർത്താവ് പറയുന്നത്. അവൻ ആദ്യ വിശ്വാസം 3-ാം അധ്യായത്തിൽ കാണുന്നു. ആദ്യ വിശ്വാസം അവസാനത്തോളം വരെ മുറുകെ പിടിക്കുവാൻ അവർക്ക് കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കുക, സ്തോത്രം, അവരെ ആദ്യം ദൈവത്തിന്റെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴുണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴും ആ യാത്രയിൽ നിങ്ങൾ 13 മുതൽ ചില വാക്യങ്ങള് ഒന്ന് വായിക്കാൻ ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് അവനിലേക്ക് ഞാൻ വരാം. 13-ാമത്തെ വാക്യം മുതൽ പറയുകയാണ്, അവൻ സ്തുതി പാടുകയും ചെയ്തതായിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രം, അവർ വേഗത്തിൽ അവന്റെ പ്രവർത്തികളെ മറന്നു കളഞ്ഞു. സ്തോത്രം, അവന്റെ ആലോചനയ്ക്ക് കാത്തു നിന്നില്ല. അപ്പൊ നോക്കുക, ആലോചനയ്ക്ക് കാത്തു നിന്ന ജനം, അവൻ ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ട ജനം പിന്നീട് ഉള്ളതായിരിക്കുന്ന പ്രയാണത്തിൽ, പിന്നീടുള്ള യാത്രയിൽ അതിനെല്ലാം വിഘ്നങ്ങൾ സംഭവിപ്പാൻ അവൻ ഗ്രാജുവലി അവർ പുറകോട്ട് പോകുവാനിടയായി. അവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും ദൈവത്തിന്റെ പ്രവർത്തികളെ അവർ വേഗത്തിൽ മറക്കുവാൻ തക്കവണ്ണമിടയായി. അടുത്തൊരു ഭാഗം എന്നെ ചിന്തിപ്പാനിടയായി തീർന്നു. സ്തോത്രം, അവന്റെ ആലോചനയ്ക്ക് അവർ കാത്തു നിന്നില്ല. സ്തോത്രം, എങ്കിലും അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവർ അപേക്ഷിച്ചതൊക്കെയും അവൻ അവർക്ക് കൊടുത്തു. സ്തോത്രം, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം വന്നു. അപ്പൊ നോക്കുക, ഇവരനുസരണക്കേട് കാണിച്ച ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ വേഗത്തിൽ മറക്കുകയും ചെയ്തതായ സന്ദർഭങ്ങൾ അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും സ്തോത്രം, അവര് സ്തോത്രം അപേക്ഷിച്ചത് അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണമിടയായി. അവൻ ദൈവജനമേ, ഒരു കാര്യം ഓർക്കുക, ഈ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു മാറി കഴിഞ്ഞപ്പോഴും ദൈവിക വഴി വിട്ടു മാറിയപ്പോഴും അവർ അപേക്ഷിച്ചതൊക്കെയും അവർക്ക് കൊടുത്തു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം വന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാനൊരു ദൂത് ദൈവാത്മാവ് ഞാൻ പറയാം, പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നമുക്ക് മറുപടി ലഭിച്ചു എന്ന് വിചാരിച്ച് നാം നിഗളിച്ചു പോകുവാൻ ഇടയാകരുത്. അവൻ ദൈവ സന്നിധിയിൽ നാം എപ്രകാരം ആയിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ ഇടയാകണം. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും ദൈവ സന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ വിടുതലുകൾ കണ്ട്
ദൈവത്തിന് സ്തുതി പാടിയ ജനം പുറകോട്ട് അവന്റെ പ്രവർത്തികളെ മറന്നു പോയപ്പോഴും ദൈവം അവര് ചോദിച്ചതൊക്കെയും കൊടുത്തു. അവൻ പക്ഷേ പ്രാണന് ക്ഷയം വരുവാൻ തക്കവണ്ണമിടയായി. ഒരാത്മീയ ദൂത് ഞാൻ പറയാം, ദൈവിക വിടുതലുകൾ കണ്ടിട്ട് ദൈവത്തെ മറക്കുന്നവരായി നമ്മുടെ ജീവിതത്തിൽ തീരുവാൻ ഇടയാകരുത്. നമുക്ക് ദാനമായി തന്ന ദൈവത്തെ മറക്കാതെ ഓരോ ദിവസവും അവന് സ്തുതി പാടി അവനിലുള്ള വിശ്വാസത്തിൽ വർദ്ധിച്ച് അവനിലുള്ള അവൻ സ്തോത്രം പ്രത്യാശയിൽ മുന്നോട്ട് പോകുവാൻ, അവന്റെ ആലോചനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആ നിലയിൽ നിന്ന് നമ്മൾ വിട്ടുപോയാൽ പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ മറുപടി കിട്ടിയെന്നിരിക്കാം. പക്ഷേ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രാണന് ക്ഷയം സംഭവിക്കുന്ന നിലയിലേക്ക് വരുവാനിടയാകും. താഴോട്ടിങ്ങോട്ട് വായിക്കുമ്പോൾ അവർ എങ്ങനെയാണ് അകന്നകന്ന് പോയതെന്ന് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. അവർ ദൈവസന്നിധി വിട്ട് അകന്നുപോയി, പരസംഗം ചെയ്തു, ജാതിയുമായി മറ്റ് ജാതികളുമായി ഇടകലരുവാനിടയായി. അവൻ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ പോലും അവർ പിന്നീട് അവിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി. മനോഹരമായി ദൈവം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ കനാനിലേക്ക് അവർക്ക് പ്രവേശിപ്പാൻ കഴിയാതെ വണ്ണം അവൻ ആ നിലയിലേക്ക് ദൈവം പറഞ്ഞ ആലോചനയെ വിശ്വസിപ്പാൻ കഴിയാതെ അവർ ബുദ്ധികരമായിരിക്കുന്ന ചിന്തകൾക്കും അതിനനുസൃതമായിട്ടുള്ള നിലകളിൽ മുന്നോട്ട് പോകുവാനിടയായി. സംഖ്യാപുസ്തകം 14 അധ്യായം പഠിക്കുമ്പോൾ അവൻ ദേശം ഒറ്റുനോക്കാൻ പോയപ്പോ അവൻ 12 പേരെ അയച്ചു. അതിൽ 2 പേരൊഴിച്ച് ബാക്കി 10 പേരും പറഞ്ഞു, നമുക്ക് ദൈവം പറഞ്ഞതൊക്കെ ശരിയാണ്, അവിടെയുള്ള ദേശം ഫലപുഷ്ടമായിരിക്കുന്ന ദേശമാണ്, പക്ഷെ നമുക്കത് സ്തോത്രം വഴിവെടിപ്പാൻ കഴിയത്തില്ല, നമുക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ ജനത്തിന്റെ ഉള്ളം കുരുകുമാറാക്കുന്ന നിലയിൽ അവരുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന നിലയിൽ ആയി കഴിഞ്ഞപ്പോൾ ദൈവഭക്തന്മാരായിരിക്കുന്ന ദൈവത്തോട് പറ്റി നിന്ന ദൈവത്തെ അനുസരിച്ച 2 പേര് പറയുന്നു, അങ്ങനെയല്ല സ്തോത്രം ഹല്ലേലൂയ, യഹോവ നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുള്ളത് നമുക്ക് പ്രാപിപ്പാൻ കഴിയുമെന്ന് പറയുവാനിടയായി. അവര് പറയുന്നു, അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവിടെ അനാക്യമായിരിക്കുന്ന ശക്തികളുണ്ട്, ഒരിക്കൽ പോലും നമുക്കൊരു ജയം കൈവരിപ്പാൻ കഴിയത്തില്ല. കുറിവാക്യങ്ങളിൽ തന്നെ ഇന്നലെ ശുശ്രൂഷിച്ചപ്പോൾ സൈന്യത്താലല്ല ശക്തിയാലല്ല എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇസ്രായേൽ ഇതുവരെ വന്നത് അവരുടെ കഴിവ് കൊണ്ടല്ല, അവരുടെ ശക്തി കൊണ്ടല്ല, ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് വിടുവിച്ച് അവരെ സഹായിച്ച വിധങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ പർവ്വതങ്ങളെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് പോകാനുള്ള വഴികൾ അറിയത്തില്ലായിരുന്നു. എങ്കിലും ദൈവം അവർക്ക് വേണ്ടി വഴികളെ തുറന്ന് പർവ്വത സമാനമായിരിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റി തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചത് കണ്ടവരായിരിക്കുന്ന വിശ്വസിച്ചവരായിരിക്കുന്ന ആ ദൈവഭക്തന്മാര് പറയുന്നു, അങ്ങനെയല്ല സ്തോത്രം, അത് നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ കഴിവ് കൊണ്ട് പല വാഗ്ദത്തങ്ങളും നേടിയെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ മേൽ പകർന്നതായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് നമുക്ക് എത്തപ്പെടുവാനായിട്ട് കഴിയും. ദൈവമാണ് വാക്ക് പറഞ്ഞതെങ്കിൽ, ദൈവമാണ് നമ്മളെ നടത്തുന്നതെങ്കിൽ, ദൈവമാണ് ആലോചനക്കാരനായി കൂടെ ഇരിക്കുന്നതെങ്കിൽ അവൻ നമ്മെ നടത്തുവാൻ അവൻ ശക്തനാണെന്ന് ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ മറന്നു പോകരുത്. കാലേബും യോശുവയും പറഞ്ഞു, അല്ല ദൈവം പറഞ്ഞതുപോലെ നമുക്കത് പ്രാപിപ്പാനായിട്ട് കഴിയും. ഇന്ന് രാത്രി ഓർക്കുക, അവർ വിശ്വസിച്ച് പറയുകയാണ്, നമുക്കത് കഴിയും. അവര് മാത്രമേ അവര് പറഞ്ഞുള്ളൂ നമുക്കത് പ്രാപിപ്പാനായിട്ട് കഴിയുമുള്ളൂ എന്ന്. എന്നാൽ ഹല്ലേലൂയ, ബാക്കി എല്ലാവരും പറഞ്ഞു, കഴിയത്തില്ല, ഞങ്ങൾ അവരുടെ മുൻപിൽ വെട്ടിക്കിളികളാണ്. സ്തോത്രം, അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, നമുക്കത് പ്രാപിപ്പാൻ പറ്റത്തില്ല. എന്നാൽ വെട്ടിക്കിളി പോലെ തോന്നി എന്ന് പറഞ്ഞാലും, ശക്തി ഒന്നുമില്ലെന്ന് പറഞ്ഞാലും, ഉള്ളിൽ ഒരാത്മശക്തി ഉള്ള കാലേബ് പറയുകയാണ്,
പറയുകയാണ് അത് നമുക്ക് കഴിയുമെന്ന്. 85-ാമത്തെ വയസ്സിലേക്ക് കനാനിൽ പ്രവേശിക്കപ്പെട്ട കാലേബ് പറയുകയാണ്, അന്നത്തെ ശക്തി എനിക്ക് ഇന്നുമുണ്ട്. അന്നത്തെ ശക്തി എനിക്ക് ഇന്നുമുണ്ട്. വിളിച്ചു വേർതിരിക്കപ്പെട്ട സമയത്ത് ഇറങ്ങി പുറപ്പെട്ട നാളുകളിലെ ശക്തി എനിക്ക് ഇന്നുമുണ്ട്. അത് വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് എന്നെ നടത്തുവാനിടയായി തീരും. ഓ ഹല്ലേലൂയ. അപ്രകാരം പറഞ്ഞിട്ട് 85-ാം വയസ്സിൽ പറയുകയാണ്, എനിക്ക് അന്നത്തെ പോലെ ഇന്നും എനിക്ക് ശക്തിയുണ്ട്, പടവെട്ടാൻ എനിക്ക് ശക്തിയുണ്ട്. ദൈവമക്കളെ, ശാരീരിക ബലഹീനതകളൊക്കെ നമുക്കുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലും ഹല്ലേലൂയ നമ്മുടെ മേൽ പകർന്ന ഒരു ആത്മാവിന്റെ ശക്തി ഉണ്ട്. അതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ അത് യേശുവിനെ ഉയർപ്പിച്ച ആത്മാവിന്റെ ശക്തിയാണ്. ആ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ സകല സത്യത്തിലുമാണ് നമ്മളെ വഴി നടത്തുന്നത്. വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് വഴി നടത്തും. നമ്മളെ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവിന്റെ ശക്തിയാ നമ്മുടെ മൺകൂടാരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നത്. ആ ശക്തി പ്രാപിച്ച ഒരു ദൈവഭക്തന് പറയാൻ പറ്റോ, ഞങ്ങൾ ബലഹീനരാണെങ്കിലും ഞങ്ങളെ ശക്തരാക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ അശക്തരെന്ന് തോന്നുന്ന മേഖലകളിൽ, എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ലെന്ന് നീ പറയുന്ന മേഖലകളിലും നിന്നെ ശക്തിയോടെ നയിപ്പാൻ കഴിയുന്ന ഒരുവന്റെ ആത്മാവ് നിന്റെ മൺകൂടാരത്തിന്റെ പകരുമ്പോൾ നീ അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കും. ജീവിതത്തിന്റെ ചില പ്രയാസ മേഖലകൾ കണ്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. നിനക്കൊരു പക്ഷേ കഴിയത്തില്ലായിരിക്കാം, നിന്നെ കൊണ്ട് അസാധ്യമായിരിക്കാം, പക്ഷെ നിന്റെ മേൽ പകർന്ന ഒരാത്മാവിന്റെ ശക്തി ഉണ്ട്. അത് പകർന്നതായിരിക്കുന്ന ദാവീദിന്റെ മുൻപിൽ എതിരായിട്ട് നിന്ന ഗോലിയാത്തിന്റെ ശക്തിയെ ജയിപ്പാൻ ഹല്ലേലൂയ അവൻ കഴിയുവാൻ തക്കവണ്ണമിടയാൽ ദാവീദ് ജയിക്കുന്നതിന് മുമ്പ് പലരും കായിക ബലമുണ്ടായിരുന്നവർ, പലരും യുദ്ധം അറിയാവുന്നവർ, അവരെല്ലാം പരാജയപ്പെട്ടു. പക്ഷേ യുദ്ധമൊന്നും നിനക്ക് അറിയത്തില്ലെങ്കിലും നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ ജയം നിനക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ നിന്നെ ശക്തനാക്കുന്ന ഒരുവന്റെ കരം നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. നിങ്ങൾ പറഞ്ഞു പോയ സമയം പോകുമല്ലോ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടുപേര് പറഞ്ഞു നമുക്കത് കഴിയും. അവർ വിശ്വസിച്ചു. കാരണം ഇതുവരെയും യുദ്ധങ്ങളെ ഹല്ലേലൂയ ചെയ്തതായ ഒരുവൻ ഞങ്ങളോട് കൂടെയുണ്ട്. അവൻ സൈന്യങ്ങളുടെ നായകനായി ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നപ്പോ ഞങ്ങളെ അതിലേക്ക് നയിച്ച് യുദ്ധത്തിന് ഞങ്ങൾക്ക് അറിയാതിരുന്നപ്പോ ഒരിക്കൽ അമാലിയക്കര് ഞങ്ങള് വളരെ ക്ഷീണിച്ചിരിക്കുന്ന സന്ദർഭത്തില് ഇറങ്ങി വന്നപ്പോ അവിടെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അമാലിയക്കർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ പുറകിൽ നിന്ന് അവർ ആക്രമിച്ചു, പലരെയും പട്ടുപോയി. പക്ഷേ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം പാളയത്തിൽ ചെയ്ത ഒരു സൈന്യങ്ങളുടെ യഹോവയുണ്ട്. ആ സൈന്യങ്ങളുടെ യഹോവ യുദ്ധം ചെയ്യുമ്പോഴും പർവ്വതത്തിന്റെ മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു മോശയെ നമുക്ക് കാണാൻ കഴിയും. അവന്റെ കരം താണുപോയപ്പോൾ ഇസ്രായേൽ പരാജയപ്പെടുകയാണ്. എന്നാൽ അത് കണ്ട് ഓടി അവരോനും ഊരും കൂടെ ഒന്ന് കൈത്താങ്ങൽ കൊടുപ്പാനിടയായി. അവരൊരുമിച്ച് കൈത്താങ്ങൽ കൊടുത്തപ്പോൾ പാളയത്തിൽ ഒരു യുദ്ധത്തിന് അറിയാത്ത ജനത്തിന്റെ മധ്യേ ഒരു വിടുതൽ കൽപ്പിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നിനക്കറിയാൻ മേലാത്ത മേഖലകളിൽ പോലും പ്രാർത്ഥിക്കുന്ന തന്റെ
മക്കൾക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന അവൻ ഒരു കർത്താവുണ്ട്. അവന്റെ ശക്തി സൈന്യത്താലെ അല്ല, ആത്മാവിന്റെ ശക്തിയാ. അതിനെ പ്രവർത്തിപ്പാൻ കഴിയും. ചില വിടുതലുകൾ വ്യാപരിപ്പാൻ കഴിയും. ഇന്ന് പകൽ ചില ഭവനങ്ങളിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ചില കുടുംബങ്ങളിന്റെ അവൻ ചുടറവന ഹംതലാരഗതിക അവൻ ചില വ്യക്തികളുടെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവൻ ചില വിഷയത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവൻ വ്യാപരിപ്പാനിടയാകട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് റമന റമന ഹംദല വൈഡാരഗതികന ഇന്ന് രാത്രി ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. അവൻ നിനക്ക് കഴിയാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവം ദൂതനെ അയച്ച് അവൻ വിടുവിക്കുന്ന ദിവസങ്ങൾ ഉണ്ടെന്ന് ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവിൽ അവൻ ദൂതായിട്ട് പറയുകയാ. ഓ റിമന ഹംദല വൈഡാരഗത ഘടകത്തരാരഗതിക അവൻ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ അവൻ സ്തോത്രം ആ പാളയത്തിൽ യുദ്ധങ്ങളെ അവൻ ജയിച്ചതായ അവൻ കാലേബ് യോശുവയും പറയുന്നു. അവൻ ഞങ്ങള് അവിടെ ജയിപ്പാൻ ഒരു സാധ്യതയുമില്ല, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ജയം നൽകിയവനുണ്ട്. അവന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മനോഹര ദേശത്തേക്ക് പോകാൻ കഴിയുമെന്ന് അവർ പറയുവാൻ തക്കവണ്ണം ഇടയായി. അവർക്ക് അതിൽ സ്തോത്രം വിശ്വസിപ്പാനിടയായി. അവര് മാത്രമേ അക്കരെ വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുവാൻ കഴിഞ്ഞുള്ളല്ലോ. സ്തോത്രം ഞാൻ ഈ പാങ്കളൊക്കെ ഒത്തിരി വിവരിക്കണമെന്നുണ്ടെങ്കിലും ദൈവാത്മാവിനെ സൈന്യത്താലല്ലേ ശക്തിയാലല്ല ആ നിലയിലേക്ക് ദൈവാത്മാവ് നയിക്കുന്നതുകൊണ്ടാണ് ഞാൻ അല്പം അതിലേക്ക് മാറി ഞാൻ പറവാനിടയായി തീർന്നത്. ഞാൻ ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം ഒന്നവരുടെ ജീവിതത്തിലെ അവിശ്വാസ മുഖാന്തരം അവർക്കാർക്കും അവിടെ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. നിങ്ങൾ നോക്കിക്കേ, സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടെ പ്രായപൂർത്തിയായി ഇറങ്ങിയ പ്രിയപ്പെട്ടവര് അവരിൽ പലരും മരുഭൂമിയിൽ പട്ടുപോകുവാനിടയാൽ രണ്ടുപേർക്ക് ഒഴിച്ച് ബാക്കി ആർക്കും ആ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അനുസരണക്കേട് സ്തോത്രം ദൈവത്തെ എന്തുമാത്രം നിലയിലാണ് അവരുടെ ജീവിതത്തിൽ അനുസരണക്കേട് ഉണ്ടാകുവാനിടയാക്കിയത്. ദൈവത്തെ അനുസരിക്കേണ്ട ജനം 106-ാം സങ്കീർത്തനത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം അതേ ഹല്ലേലൂയ. മോശയ്ക്കും അഹരോനുമെതിരെ പിറുവിറുത്തതായ സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ സ്തോത്ര ഭാഗങ്ങളൊക്കെ താഴോട്ട് നമ്മൾക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്തോത്രം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ അവർ ചെയ്ത ക്രിയകളൊക്കെ ദൈവത്തിന് കോപകരമായി തീരത്തക്ക നിലയിലായി തീർന്ന സന്ദർഭവും ദൈവം ഹല്ലേലൂയ ആ ജനതയോടാണ് പറഞ്ഞത് അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന്. ദൈവമക്കളെ അതൊരു ദൃഷ്ടാന്തമായിട്ട് പഴയ നിയമത്തിലെ ദൃഷ്ടാന്തം പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം ലഭിക്കപ്പെട്ടു. പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്തം നിത്യജീവനാണ്. അതേതാ ഭാഗം എന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ അവൻ നമുക്ക് തന്നതായ വാഗ്ദത്തം നിത്യജീവൻ തന്നെ എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്. അത് പ്രാപിപ്പാൻ തക്കവണ്ണമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള പ്രയാണത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പക്ഷേ ആ പ്രയാണത്തിലൂടെ നമ്മൾ മുൻപോട്ട് പോകേണ്ടപ്പോ ജനമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നൽകിയ വാഗ്ദത്തം ഹല്ലേലൂയ പ്രാപിപ്പാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ആ വാഗ്ദത്ത നിവർത്തീകരണം കർത്താവിന്റെ വചനത്തിൽ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ട്. ദൈവം തന്ന പ്രധാന വാഗ്ദത്തം നിത്യജീവനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുന്നു. അവൻ തന്ന വാഗ്ദത്തം നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലമായ ഒരുക്കിയിരിക്കുന്നത്. ആ ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം തന്ന വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. എന്നേക്കും കൂടെ ഇരിപ്പാൻ നൽകിയതായ പരിശുദ്ധാത്മാവ്. അത് ഈ ഭൂമിയിലുള്ളപ്പോഴൊക്കെ സ്തോത്രം നമ്മെ സഹായിപ്പാൻ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവൻ എന്നേക്കും നമ്മളോട് കൂടെയുണ്ട്. സ്തോത്രം അവന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ വരുവാനുള്ള സ്തോത്രം ലോകത്ത്
നമുക്ക് കർത്താവ് വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ഒരു വാസസ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ആ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിപ്പാൻ, ആ സ്വസ്ഥത എന്ന് പറയുമ്പോൾ വിശ്രാമം പ്രാപിക്കുമ്പോൾ അവൻ നാവിക്കാനുള്ള സമയം അവൻ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ അത് നമുക്ക് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നമ്മൾ ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയാകണം. ഇതിനോടനുബന്ധിച്ച് തന്നെ അവൻ എബ്രായ ലേഖനത്തിൽ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുന്നു: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷങ്ങളെയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. അവൻ ഇസ്രായേലിന് വാഗ്ദത്തം കൊടുത്തിട്ടും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ, അത് പ്രാപിപ്പാൻ പലർക്ക് കഴിയില്ല. എന്നാൽ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവൻ വാഗ്ദത്തങ്ങള് ശേഷിച്ചിരിക്കുമ്പോൾ നമുക്കത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. എങ്ങനെ? ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷങ്ങളെയും നീക്കണം. അതില് മറ്റൊരു ഭാഗത്തില് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ ഭാഗം ഞാനൊന്ന് ആ ഭാഗത്തില് 7-ാം അധ്യായത്തിന്റെ ആ ഭാഗത്തിലെ 2 പദം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല അശുദ്ധിയും അവൻ നീക്കി നമ്മെ തന്നെ നിർമ്മലരാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. സ്തോത്രം. കൺമഷം എന്നുള്ളതിന് അശുദ്ധി എന്നും, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നത് നമ്മളെ തന്നെ, ഹല്ലേലൂയ, കൺമഷം നീക്കി അവൻ ദൈവഭയത്തിൽ വിശുദ്ധിയെ അവിടെ തികയ്ക്കണം. അവിടെ ഒരു പദം കൂടെ എഴുതിയിരിക്കും, വെടിപ്പാക്കി എന്ന പദവും കൺമഷം എന്ന പദത്തിനും അവൻ അശുദ്ധി, കൺമഷത്തിന് അശുദ്ധി എന്നും, ആമേൻ, ഹല്ലേലൂയ, അതെ അവിടെ എഴുതിയിരിക്കുന്ന ആ ഭാഗം, 2-ാമത്തെ ഭാഗം, വെടിപ്പാക്കി എന്നുള്ളതിന് നിർമ്മലീകരിക്കപ്പെട്ടവരായി നമ്മൾ തീരുവാൻ തക്കവണ്ണം ഇടയാകണം. ഈ 2 പദങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദൈവമക്കളെ, വാഗ്ദത്തം ഇനി ശേഷിക്കുക, അതൊക്കെ ലഭിക്കാതെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇസ്രായേൽ ജനം, കർത്താവ് വാക്കൊരിക്കലും മാറ്റുന്നില്ല. പക്ഷെ അത് പ്രാപിപ്പാനുള്ള സ്വാതന്ത്ര്യം ദൈവം തരുമ്പോൾ നമ്മൾ അത് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തോടെ നമ്മൾ ആയിരിക്കാൻ തക്കവണ്ണം ഇടയാകണം. അങ്ങനെ ഒരുക്കത്തോടെ ആയിരിക്കണമെങ്കിൽ ജഡത്തിലെയും ആത്മാവിലെയും സ്തോത്രം സകല അശുദ്ധിയും മാറ്റി, ഹല്ലേലൂയ, നമ്മളെ തന്നെ നിർമ്മലീകരിക്കപ്പെട്ടവരായി സ്തോത്രം വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവ ഭയത്തിൽ വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. സമയം തീർന്നല്ലോ, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുന്നു. അവൻ ഒരു വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ട്. അവന്റെ നിത്യതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുമ്പോൾ അത് ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. അവൻ അതിന് ഒരു മുന്നറിയിപ്പ് എബ്രായ ലേഖനത്തില് നമുക്ക് നൽകപ്പെടുമ്പോൾ, ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യുവാനിടയാകട്ടെ. ഹല്ലേലൂയ, ദൈവ ഭയത്തിൽ ഈ വിശുദ്ധിയെ തികയ്ക്കുവാനിടയാകണം. നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ, ദൈവ ഭയം എന്ന് പറയുമ്പോൾ ആ ഭയം യഥാർത്ഥമായി നമ്മൾ ഉൾക്കൊള്ളുവാനിടയാകണം. എന്തിനെങ്കിലും കണ്ടുപേടിക്കുന്നു എന്നൊരാശയത്തിലല്ല. സ്തോത്രം, നാൾ തോറും ഹല്ലേലൂയ, നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളതായ ആ ചിന്തകൾക്കനുസൃതമായി ഉണ്ടാകുന്ന ഭയം, സ്തോത്രം എന്ന് പറയുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ അറിവിനനുസൃതമായി നാം ദൈവത്തെ ഭയപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ട്. ഇനി എത്രയും താമസം വിന നമുക്ക് ആ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് പോകുവാനിടയാകും.
ഒന്നുകിൽ കർത്താവിന്റെ വരവിനോടുകൂടെ, അല്ലെങ്കിൽ നമ്മുടെ മരണത്തോടുകൂടെ. സ്തോത്രം, അതിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയും. ഹല്ലേലൂയ. കാരണം ഇത് രണ്ടും ഏത് വേണമെങ്കിലും എപ്പോഴും സംഭവിക്കാം. കർത്താവിന്റെ വരവാണെങ്കിൽ സ്തോത്രം, അവനോട് കൂടെ നാം മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാനിടയാകും. തെസ്സലോനിക്യ ലേഖനത്തിൽ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച തന്റെ വൃദ്ധന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും എന്ന് അവിടെ നമ്മൾ കാണുന്നു. അങ്ങനെ രൂപാന്തരം പ്രാപിക്കപ്പെട്ട നാം അവനെ എതിരേൽപ്പാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യം സംഭവിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കുക, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള ഒരു വാഗ്ദത്തം ഉണ്ട്. അത് നമുക്ക് ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവമക്കളെ, അത് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹല്ലേലൂയ വളരെ അരിഷ്ടരായ മനുഷ്യരായി അധമന്മാരായി നമ്മൾ തീരുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. എങ്ങനെ നമ്മളെ വിശുദ്ധീകരിക്കണം? പത്രോസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ കാണുന്നു, അവൻ വിശുദ്ധനാകയാൽ നാം ഹല്ലേലൂയ നമ്മളും വിശുദ്ധരായി തീരണം. നമ്മുടെ എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി ഹല്ലേലൂയ ആ വിശുദ്ധിയിൽ തികയ്ക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. അങ്ങനെയാണെങ്കിൽ അശുദ്ധി ഒന്നും ഉണ്ടാകരുത്. സ്തോത്രം, ജഡത്തിലെയും ആത്മാവിലെ സകല കൺവശങ്ങൾ എന്ന് പറയുമ്പോൾ സകല അശുദ്ധി ആത്മാവിലെ സ്തോത്ര കൺവശങ്ങളെ നീക്കണം. അതോടൊപ്പം ജഡത്തിലെ കൺവശങ്ങളെ നീക്കുക എന്ന് പറയുമ്പോൾ നാം ഈ കാലഘട്ടത്തിൽ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കേണ്ടത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ കാണുന്നു, നാം വീണ്ടും ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിന്റെ ഭാഗം പ്രവർത്തികളൊന്നും നമ്മളെ നിവർത്തീകരിക്കപ്പെടുവാനിടയാകത്തില്ല. സ്തോത്രം, ജഡത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ ജഡത്തിന്റെ പ്രവർത്തികളെ ജയിക്കണമെങ്കിൽ ആത്മശക്തി നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. അത് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാപിക്കണം. നമുക്ക് ഒറ്റയ്ക്ക് വിശുദ്ധി എണ്ണത്തിലേക്ക് വരുവാൻ കഴിയത്തില്ല. കർത്താവിന്റെ സഹായം ഉണ്ടെങ്കിൽ, അവന്റെ ആത്മാവിന്റെ സഹായം ഉണ്ടെങ്കിലാണ് നമുക്ക് വിശുദ്ധിയോടെ ജീവിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ആത്മാവിന്റെ ശക്തിയെ നമ്മൾ പ്രാപിപ്പാൻ ഇടയാകേണ്ടത്. ദൈവമക്കളെ, ആത്മശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ജയിപ്പാനായിട്ട് കഴിയും. ജഡത്തെ ജയിപ്പാനായിട്ട് കഴിയും. ആത്മാവിൽ ഹല്ലേലൂയ മുന്നേറുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. സമയങ്ങള് പോയത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് തന്ന സമയം ഇവിടെ അവസാനിച്ചു. ഞാൻ ഹല്ലേലൂയ ഒറ്റ വാക്കുകൾ ഓർപ്പിക്കാം. ഒരു ഹല്ലേലൂയ വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടെ പ്രവാസികളാണ്. എന്നാൽ നമ്മുടെ സ്വന്തം ദേശം ഇവിടെയല്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ദേശം കർത്താവ് ഒരുക്കുന്ന നിത്യതയാണ്. കർത്താവ് ഒരുക്കുന്ന സ്ഥലമാണ്. അവിടോട്ടാണ് നമുക്ക് എത്തപ്പെടേണ്ടത്. അതിന് നമ്മൾ ഒരു പൊത്തുവരുത്ത ജീവിതം കൊണ്ട് നടക്കുവാൻ ഇടയാകരുത്. ഇസ്രായേലിൽ വന്ന പരാജയം നമുക്ക് വരരുത്. സ്തോത്രം, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവരുടെ പരാജയങ്ങള് തിരുവെഴുത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ആകരുത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കാൻ ഇന്ന് രാത്രി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മളൊന്ന് പരിശോധിക്കാം. സ്തോത്രം, ഒരു വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ അതിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രാപിപ്പാനുള്ള വ്യഗ്രതയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തികള്, അശുദ്ധി, ഞങ്ങളുടെ ജീവിതത്തില് ഉള്ള അനുസരണക്കേട്, അവിശ്വാസം, ഹല്ലേലൂയ, അതൊന്നും ഞങ്ങളിൽ ഉണ്ടാകാതെ വണ്ണം ഓരോന്നും വിശുദ്ധിയെ തികച്ച് ദൈവഭയത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ കാലഘട്ടം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ എത്തപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നൽകപ്പെടുന്ന മുന്നറിയിപ്പ് രാത്രി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ വെടിപ്പാക്കി മുന്നോട്ട് പോകുവാൻ സ്തോത്രം, കർത്താവേ കൃപ നൽകണമേ. അതിനുവേണ്ടി ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് നൽകുന്ന സമയങ്ങൾക്കായി, ഞങ്ങൾക്ക് നൽകുന്ന ആയുസ്സിനായി, അവസരങ്ങൾക്കായി എല്ലാത്തിനുമായി സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ
വിശുദ്ധിയെ തികച്ച് ദൈവ ഭയത്തിൽ മുന്നേറാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവൻ ഈ വാഗ്ദത്തങ്ങളൊക്കെ ഞങ്ങൾക്ക് ശേഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഉള്ള വാഗ്ദത്തം സ്തോത്രം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉള്ള വാഗ്ദത്തം അത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പുത്രൻ മുഖാന്തരം നൽകി തരുമ്പോൾ ആ വാഗ്ദത്തം ലഭിപ്പാൻ ഞങ്ങളെ അങ്ങ് തെരഞ്ഞെടുത്തു. ഞങ്ങളെ പാപത്തിളിൽ ഹല്ലേലൂയ കിടന്നതായ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ആ വിശുദ്ധി ഹാലിലേക്ക് ഞങ്ങളെ അന്ത്യം വരെയും നിലനിർത്തുമാറാകണമേ. ആ വിശുദ്ധിക്ക് അനുസൃതമായി ജീവിപ്പാനുള്ള കൃപ അനുസരണക്കേട് കാണിക്കാതെ ദൈവ ഭയമുള്ളവരായി ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് അതനുസരിക്കുന്നവരായി വിശ്വാസത്തോടെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് രാത്രി അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണം. സൗത്ത് ഡബിൾ ചർച്ചിന് ഉള്ളതായിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ എല്ലാ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും അതിനായി സഹായിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, അവനടിയെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ.